ഇതൊക്കെ നമ്മുടെ തായ്ലൻഡ് പിങ്ക് പേരാണ്. പക്ഷെ ഇത് പേരൊക്കെ പഴുത്ത് വലുതാകാൻ കിളികൾ സമ്മതിക്കുന്നുണ്ട്. ഇതുണ്ട് എല്ലാം കിളി കൊത്തിക്കൊണ്ടിരിക്കുക. ഇത് കിടക്കുന്നതിൽ കൂടുതലും അവരാണ് കൂടുതലും ഭക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നന്നായിട്ട് വലുത് കൊത്തി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള മാത്രമേ ഇതിൽ നിന്ന് പറിക്കാം. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷെ ഇത് വലുതാകുന്നതിന് മുമ്പ് ഇത്തവണ പഴുത്ത് ഒരുപാട് വലുതാകുന്ന സൈസ് വെക്കുന്നതായിരുന്നു. ഇതൊക്കെ നല്ല പഴമായിട്ടിരിക്കുകയാണ്. ഇത് ഇപ്പം മഴയുള്ളതുകൊണ്ട് കഴുകാൻ നിൽക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. ഇത് തായ്ലൻഡ് പിങ്ക് പേര്. ഇത് നമ്മൾ ഇപ്പം നേരത്തെ പറിച്ച പേരുകൾ തായ്ലൻഡ് പിങ്കിൽ നിന്ന് ഇവിടെ നമ്മൾ എയർ ലെയർ ചെയ്ത് ചട്ടിയിലോട്ട് മാറ്റിയതായിരുന്നു. ആദ്യം നമ്മൾ എയർ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചട്ടിയിലോട്ട് മാറ്റി, അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഈ വലിയ ചട്ടിയിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുക. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലേ വേണം. നന്നായിട്ട് പേരയ്ക്ക പിടിക്കുന്നുണ്ട്. പേരയ്ക്ക ചെറിയുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കാവടപ്പുണ്ട്, ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലുതാകുന്നുണ്ട് പേരയ്ക്ക. നന്നായിട്ട് വലുതാകുന്ന പേരയ്ക്കയാണ് ഈ തായ്ലൻഡ് പിങ്ക്. ഇത് നമുക്കൊന്ന് ഹൈറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാം, എന്നാലേ ഇത് ബുഷായിട്ട് വരത്തുള്ളൂ. ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുത്താലേ പേരൊക്കെ നമുക്ക് ചട്ടിയിൽ നല്ല ബുഷായിട്ട് നമുക്ക് നിറയെ കായ്കളും കിട്ടും. പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നല്ല അതിന് പുതിയ ചകരം വരും. ആ ചകരം വരുന്നതിലെല്ലാത്തിലും ഓരോ പേരൊക്കെ വെച്ച് ആ പുതിയ വരുന്നതിനകത്ത് കിട്ടും. അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പ്രൂൺ ചെയ്താലേ നമുക്ക് നല്ല പേരക്ക കിട്ടത്തുള്ളൂ, ചെടി ബുഷായിട്ട് വരികയും ചെയ്യും. എല്ലായിടത്തും പുതിയ പുതിയ മുട്ട വരുന്നുണ്ട്. അവിടെയൊക്കെ കാടപ്പുണ്ട്. ചട്ടി നിൽക്കുന്ന ചെടികളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്താൽ കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് അതിൻ്റെ ചോടം നിലക്കിയിട്ട് ഇത് നമ്മുടെ മാജിക് വളം ശകലം ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഒരു ചട്ടിക്ക്. എപ്പോഴും ഇതിൻ്റെ വേരൊന്നും പോകാത്ത രീതിയിൽ സൈഡെല്ലാം ഒന്ന് ഇളക്കിയിട്ട് വേണം വളമിട്ട് കൊടുക്കാനായിട്ട്. അത് വളമിടുമ്പോൾ ചോട്ടിൽ നിന്ന് അകത്ത് ഇടുകയും വേണം. ഇത്ര ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിലുള്ള ബാക്കിയുള്ള പേരയുടെ കളക്ഷൻ കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇതിലൊരു കാടപ്പുണ്ട്, അത് പറിച്ചെടുത്തേക്കാം. ഇതിലും നന്നായിട്ട് വലുതാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പേര്. ഇതെല്ലാം നമ്മളിവിടെ എയർ ലെയർ ഇപ്പം അടുത്ത എയർ ലെയർ ചെയ്യാനായിട്ട് കെട്ടി വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് എയർ ലെയറിനായിട്ട് ഈ തൊണ്ടിനകത്ത് മണ്ണ് നിറച്ച് ചെയ്യുന്നതാണ് എനിക്ക് കുറേ കൂടി കൺവീനിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള സൗകര്യം. പക്ഷേ നമുക്ക് വെള്ളം നനവ് ആരെങ്കിലും നനയ്ക്കാനൊക്കെ സൗകര്യം ഇങ്ങനെ ചെയ്യുന്നതാണ്. നല്ല റിസൾട്ടുമാണ്. ഒരെണ്ണം പോലും നമുക്ക് ചെയ്തിട്ട് ഇതുവരെ പാഴായി പോയിട്ടില്ല. അപ്പോൾ ഇതിനുമൊക്കെ നമ്മളൊന്ന് ചോടൊന്ന് ആദ്യം ഇളക്കി കൊടുത്ത് എല്ലാത്തിൻ്റെയും ചോടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. ചൂടിളക്കുന്നത് മണ്ണിൽ എയർ സർക്കുലേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ചൂടിളക്കാൻ പറയുന്നത്. ഇത് നമ്മളൊരു മൊസമ്പിയാണ് നിൽക്കുന്നത്. ഇതാണ്. ബാക്കി ഇതെല്ലാം പേരാണ്. പക്ഷേ ഇതിലെല്ലാം കാ പിടിച്ചിട്ടുണ്ട്. ഇതെന്നൊക്കെ നമുക്ക് കാ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ളൊരു പേരാണ് ഈ നിൽക്കുന്നുണ്ട്. ഇത് VNR ആണ്. ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് വളമിട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇടണ്ട. അപ്പം ചെടി നമുക്ക് നല്ല റിസൾട്ട് വരും. ഇതുണ്ട്, ഇത് ചാമ്പര, ചെറിയൊരു ബക്കറ്റിൽ നിൽക്കുന്ന ചാമ്പയാണ്. ഇതുണ്ട്, എല്ലാം നന്നായിട്ട് പൂത്ത്. ഇത് ഒരു സെറ്റ് നമ്മൾ കാ പറിച്ചായി. ഇപ്പോൾ അടുത്തത് നമ്മൾ പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത റിസൾട്ട് വരുന്നുണ്ട്. നമ്മൾ
ചെറിയതാണ്, നമ്മുടെ വീടുകളിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് വിഷമില്ലാത്ത ഫ്രൂട്ട്സ് കിട്ടും. ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ടൈം പാസ്, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ജോലിയുടെ ടെൻഷനും എല്ലാം നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ മറക്കും. വലിയ കാര്യമാണത്. ഇത് നമ്മുടെ വള്ളിച്ചീരയാണ്. അപ്പോൾ ഇത് വന്ന് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് അതിന് എല്ലാം ഇച്ചിരി വളയിട്ട് കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒരുപാട് വള്ളിയായിട്ട് നമുക്കിത് എപ്പോഴും പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കൂമ്പ് കിട്ടും. ആ കൂമ്പ് എടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് തോരൻ വയ്ക്കാനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും ഇതിപ്പോൾ ഒരു ഫ്രഷ് കൂമ്പ് ഇത്ര എടുത്താൽ മതി. ഇത് നല്ല കിളുന്തായിരിക്കും, എപ്പോഴും നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല പരിപ്പിൻ്റെ കൂടെ കറി വയ്ക്കാം. ഇതുകൊണ്ട് കടലമാവിനകത്ത് മുക്കി ബജ്ജി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയായിരിക്കും. ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് കൂമ്പ് മാത്രം എടുത്ത് വെക്കാം. ബാക്കി ഒരുപാട് വലുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിട്ടേക്കാം. അന്നേരം നമുക്ക് അടുത്ത സെറ്റ് ആകത്തുള്ളൂ.